ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളെ നൂതന അവസരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര ദർശനമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു. വ്യാജവും ഗുണനിലവാരം ഇല്ലാത്തതുമായ വിത്തുകളുടെ വിൽപ്പന തടയുന്നത് ലക്ഷ്യമിട്ടുള്ള നിയമം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം തുടരുന്ന ഇറാനിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും വേഗം മടങ്ങിവരാനും നിർദ്ദേശം. ഇന്ത്യ ജപ്പാൻ സഹകരണം സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെ സന്ദർശിച്ച മെട്രോമാൻ ഇ ശ്രീധരൻ. കേരളത്തിലെ റെയിൽ അടിസ്ഥാന സൗകര്യ വികസനം ചർച്ചയായി. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയേൽ പുരസ്കാരം നടി ശാരദയ്ക്ക്. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസമിലെത്തും. ഗുവാഹത്തിയിലെ സരുസജായ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരമ്പരാഗത ബോഡോ സാംസ്കാരിക പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. മറ്റന്നാൾ നാഗോൺ ജില്ലയിലെ കാലിയബോറിൽ 6,950 കോടി രൂപയിലധികം ചെലവ് വരുന്ന കാസിരംഗ എലവേറ്റഡ് കോറിഡോർ പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് ഗുവാഹത്തി, റോഹ്തക്, ദിബ്രുഗഡ്, ലക്നൌ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ശ്രീ മോദി നിർവഹിക്കും. പശ്ചിമ ബംഗാളിൽ പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ഹൗറ, ഗുവാഹത്തി, വന്ദേ ഭാരത് സ്ലീപ്പർ ഉൾപ്പെടെ നിരവധി പുതിയ ട്രെയിനുകളുടെ സർവീസുകൾ ഇതിൽ ഉൾപ്പെടും. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഉദ്ഘാടനവും മറ്റന്നാൾ പ്രധാനമന്ത്രി നിർവഹിക്കും. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ ഒരു വിപ്ലവമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളെ പുതിയ അവസരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര ദർശനമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 10 साल पहले देश में 500 से भी कम स्टार्टअप्स थे. आज ये संख्या बढ़कर 2 लाख से ज्यादा है. अब हमें भविष्य के लिए तैयार होना होगा. हमें नए आइडियाज पर काम करने की जरूरत है. आज कई ऐसे डोमेन्स उभर रहे हैं जो कल देश में इकोनॉमिक सिक्योरिटी और स्ट्रेटेजिक ऑटोनॉमी में अहम रोल निभाएंगे. സ്റ്റാർട്ടപ്പ് സംരംഭകരുമായി പ്രധാനമന്ത്രി ചടങ്ങിൽ സംവദിച്ചു. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. തൊഴിൽ ദാതാക്കളുടെ രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് ഇന്ന് 1 പതിറ്റാണ്ട്. 2016 ജനുവരി 16 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാർട്ടപ്പ് ഇന്ത്യയ്ക്ക് തുടക്കം കുറിച്ചത്. 2016 400 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്ന രാജ്യത്ത് ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 2 ലക്ഷം കടന്നിരിക്കുകയാണ്. പാർലമെന്റിന്റെ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ വിത്ത് നിയമം 2026 അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വ്യാജവും ഗുണനിലവാരം ഇല്ലാത്തതുമായ വിത്തുകളുടെ വിൽപ്പന തടയുക, ഉയർന്ന ഗുണനിലവാരമുള്ളതും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതുമായ വിത്തിനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനുവരി 26 ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടക്കുന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ ഡക്കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ-ഡെയറും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഈ മാസം 25 ഇരുവരും ഇന്ത്യയിലെത്തുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ജർമ്മനിയും ഒപ്പുവച്ചു. വിവര കൈമാറ്റം, സാങ്കേതിക വിദ്യകളിലെ സഹകരണം, പോളിസി റെഗുലേറ്ററി ചട്ടക്കൂടുകൾ, ടെലികോം തുടങ്ങിയ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് നടത്തിയ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചത്. മെട്രോമാൻ ഇ ശ്രീധരൻ ഇന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെ സന്ദർശിച്ചു. റെയിൽ കണക്ടിവിറ്റിയുടെ ശാക്തീകരണം, നിലമ്പൂർ നഞ്ചൻകോട് ലൈൻ പദ്ധതി തുടങ്ങിയവ ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങളും കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിന് ശ്രീ ഇ ശ്രീധരൻ നിരവധി ആശയങ്ങൾ നിർദ്ദേശിച്ചതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയേൽ പുരസ്കാരം നടി ശാരദയ്ക്ക്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന JC ഡാനിയേൽ അവാർഡ് ഈ മാസം 25-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പുരോഗമിക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന കണ്ണൂർ. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കോഴിക്കോടും തൃശൂരുമാണ് തൊട്ടുപിന്നിൽ. മറ്റന്നാൾ വൈകിട്ട് നടക്കുന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ മോഹൻലാൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ഒന്നാമതെത്തുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ശ്രീ മോഹൻലാലും ചേർന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ആത്മനിർഭർ ഭാരതിനെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ മേരി ജോർജുമായുള്ള സംഭാഷണം ഇന്ന് രാത്രി 11 മണിക്ക്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ UK ഹൌസ് ഓഫ് ലോർഡ്സ് സ്പീക്കർ ജോൺ മക്ഫാളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനത്തോട് അനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. ജനാധിപത്യപരമായ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരേ നിലപാടാണ് പുലർത്തുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം തുടരുന്ന ഇറാനിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഇറാനിലുള്ളവർ എത്രയും വേഗം മടങ്ങിവരണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ ഇറാനിലുള്ള ഏകദേശം 9,000 ഇന്ത്യൻ പൌരന്മാരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. ഇറാനിലെ മലയാളികൾക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗിയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മഹാസാഗർ സംരംഭവും ഇൻഡോ പസഫിക് നയങ്ങളും ഇതേ വിഷയത്തിലെ ജപ്പാന്റെ ആശയങ്ങളുമായി ചേർന്ന് പോകുന്നതാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. Economic security today is particularly paramount. I think both our countries attach enormous importance to it. And how to de-risk our own economies and how to de-risk the international economy are both very important. So we will be discussing resilient supply chains, critical minerals, how to address energy, health and maritime security. BJP ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 20-നാണ് തെരഞ്ഞെടുപ്പ്. 19-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. അന്ന് തന്നെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും നടക്കും. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആധിപത്യവുമായി BJP ശിവസേന സഖ്യം. 119 സീറ്റുകളിലാണ് സഖ്യത്തിന്റെ മുന്നേറ്റം. ഇതിൽ 88 സീറ്റുകളിൽ BJPയും 31 സ്ഥലങ്ങളിൽ ശിവസേനയുമാണ് മുന്നിൽ. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 64 സീറ്റിൽ മുന്നിലെത്തി. BJP ശിവസേന സഖ്യത്തിന്റെ വിജയം NDA സർക്കാരിന്റെ വികസന നയങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് തെളിവാണെന്ന് BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ പറഞ്ഞു. ലക്ഷദ്വീപ്, പുതുച്ചേരി, ഗോവ, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ SIRന്റെ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർക്ക് അവകാശവാദങ്ങളും എതിർപ്പുകളും ഈ മാസം 19 വരെ സമർപ്പിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളെ നൂതന അവസരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര ദർശനമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു. വ്യാജവും ഗുണനിലവാരമില്ലാത്തതുമായ വിത്തുകളുടെ വിൽപ്പന തടയുന്നത് ലക്ഷ്യമിട്ടുള്ള നിയമം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം തുടരുന്ന ഇറാനിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും വേഗം മടങ്ങിവരാനും നിർദ്ദേശം. ഇന്ത്യ ജപ്പാൻ സഹകരണം സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെ സന്ദർശിച്ച് മെട്രോമാൻ E ശ്രീധരൻ. കേരളത്തിലെ റെയിൽ അടിസ്ഥാന സൌകര്യ വികസനം ചർച്ചയായി. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയേൽ പുരസ്കാരം നടി ശാരദയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.